ഇത് മാസ് മോട്ടോഴ്സിൽ തന്നെ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിലവിൽ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ മിസ്സിങ് പ്രശ്നം ഉണ്ടായിരുന്നു. മിസ്സിങ് നല്ല രീതിയിൽ മിസ്സിങ് കാണിക്കുന്നുണ്ടായി. പിന്നെ സെൽഫ് വർക്കിംഗ് അല്ലായിരുന്നു. ഈ രണ്ട് വർക്കാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിന് ചെയ്തേക്കണ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സെൽഫ് മോട്ടർ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കാർബൺ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ബെൻഡെക്സിൻ്റെ അല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ആർമേച്ചർ യൂണിറ്റ് ഒക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ തേമാനമുണ്ട്. നമ്മളിപ്പോൾ സെൽഫ് ഇപ്പോൾ റെഡി ആക്കി വണ്ടി കയറ്റിയാണ്. അപ്പോൾ സെൽഫ് അടിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് അതിൻ്റെ തേമാനം കൊണ്ട് വന്ന പ്രശ്നമാണ്. അത് പരമാവധി ഉപയോഗിക്കുക. ഒരു രക്ഷയില്ലാണ്ടായിരിക്കുമ്പോൾ മാറ്റി പുതിയ മോട്ടർ മേടിച്ച് വയ്ക്കുക. അതാണ് ചെയ്യാൻ പറ്റട്ടോ. പിന്നെ കാണിച്ച കംപ്ലയിൻറ്റ് മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കാണിച്ച കംപ്ലയിൻറ്റ് കാർബറേറ്ററുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൻ്റെ വാക്യൂം പിസ്റ്റൺ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, സ്ലോ ജെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, ഫ്ലോട്ട് വാൽവ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ആ 3 ഐറ്റം മാറ്റി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർബറേറ്റർ അഴിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ഭാഗത്ത് നല്ല രീതിയിൽ തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതെന്ന് മനസ്സിലായതുകൊണ്ട് ടാങ്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചായിരുന്നു. അപ്പോൾ ടാങ്ക് നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്തുണ്ടല്ലോ, ടാങ്കിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഞാൻ ആ കാണുന്നത് മൊത്തം തുരുമ്പാണ് കേട്ടോ. നല്ല രീതിയിൽ തുരുമ്പാണ് ടാങ്കിനകത്ത്. അതെങ്ങനെയോ ഇതിനകത്തേക്ക് വെള്ളത്തിൻ്റെ അംശം കയറിപ്പെട്ട് തുരുമ്പ് ഇട്ടാണ്. ഫുള്ള് തുരുമ്പെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തുരുമ്പാണ്. ഞാൻ സർവീസ് സ്റ്റേഷനിൽ കൊടുത്ത് ക്ലിയർ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ശാശ്വത പരിഹാരമല്ല. തുരുമ്പ് ഇട്ടേക്കണ ടാങ്ക് വീണ്ടും വീണ്ടും തുരുമ്പ് കാണിച്ചുകൊണ്ടിരിക്കും. കുറേ നാളത്തേക്ക് മാറി നിൽക്കും, അതേപോലെ വീണ്ടും വരും. ഈ തുരുമ്പുള്ളത് കൊണ്ട് തന്നെ കാർബറേറ്ററിൻ്റെ ഭാഗത്തൊക്കെ ശരിക്കും ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവർഫ്ലോൻ്റെ പ്രശ്നം വന്നുണ്ടോ എന്ന് നോക്കാം. വന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികളെ നമുക്കിപ്പോൾ ടാങ്കും കാർബറേറ്ററിൻ്റെ ഭാഗമാണ് അതിൻ്റെ പ്രശ്നം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ്. അതിൻ്റെ ഒരു പ്രോബ്ലം വരാമെന്ന് വെച്ചാൽ തുരുമ്പിറങ്ങി ചെല്ലുമ്പോൾ ഇത് കാണിക്കും. ആ ഫ്യൂവലിൻ്റെ ടാപ്പുമ്മയുള്ള ഫിൽറ്ററിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ചെല്ലണേ. എന്നാൽ പോലും തുരുമ്പിൻ്റെ പ്രസൻസ് അടിയിലുണ്ടായിരുന്നു. അപ്പം മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ഇപ്പോൾ ഓടിക്കുമ്പോൾ നിലവിൽ പ്രശ്നമില്ല, ഓക്കെയാണ്. അപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വണ്ടിയുടെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി മൂവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് ടൈം ലാഗ് എടുക്കുന്നു. അതാണ് പ്രശ്നമായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഓക്കെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ നമ്മൾ ആ രീതിയിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ടാങ്ക് അഴിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഫ്ലോട്ടിൻ്റെ ഭാഗത്ത് ഒരു ഓറിങ്ങും നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് റബ്ബർ ടൈപ്പ് ഓറിങ്ങാണ്. അത് ചതഞ്ഞ രീതിയിലാണ് ടൈറ്റ് ആവുക. അപ്പോൾ അതും കൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബില്ല് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി ഞാൻ വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വൈകിട്ട് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം. ഓക്കെ.